വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. വീഡിയോ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു നൈറ്റ് ക്രീമിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വേറൊരു നൈറ്റ് ക്രീമിനെ പറ്റി ചെയ്തായിരുന്നു, അത് ക്യാരറ്റ് വെച്ചിട്ടായിരുന്നു. ഇത് നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിന്റെ ഗുണങ്ങൾ നിങ്ങളുടെ പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിഗ്മെന്റേഷൻ, ടാന്, പിന്നെ ഡാർക്ക് സ്പോട്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റിലുമുള്ള കറുപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോബ്ലംസിന് നമുക്ക് സഹായിക്കും ഈ ഒരു ക്രീം. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 വീക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. നിങ്ങൾ റിസൾട്ട് എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇവിടെ ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഉരുളക്കിഴങ്ങൊന്നും വേണ്ട, നമുക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് മാത്രം മതി. കാരണം നമ്മൾ ഇത് അധിക ദിവസമൊന്നും ഇരിക്കത്തില്ല. അപ്പൊ അതിനനുസരിച്ച് വേണം നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ നീരെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ആലോവേറ ആഡ് ചെയ്യണം. ആലോവേറ നമ്മൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ജ്യൂസിന്റെ അളവിനനുസരിച്ച് നമുക്കൊരു ക്രീം പരുവത്തിലാവുന്നിടം വരെ നമ്മൾ ആലോവേറ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എത്ര സ്പൂണാ ആഡ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം അത്യാവശ്യം വെള്ളം ഉണ്ടായതുകൊണ്ട് കുറച്ച് നമുക്ക് അധികത്തിൽ ആലോവേറ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ അത് അനുസരിച്ച് ആലോവേറ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ നിങ്ങൾ 1 ടീസ്പൂൺ അളവിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഞാനൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം പൊട്ടിച്ച്. വൈറ്റമിനി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്ലോ കിട്ടാനായിട്ട്, നമുക്ക് ഫേസിലൊക്കെ നല്ല രീതിയിലൊന്ന് ഗ്ലോ ആവാൻ വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾ നിർബന്ധമില്ല, ഇത് ഓപ്ഷണൽ ആണ്. ഇപ്പം നിങ്ങളുടെ സ്കിന്ന് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിലും അതുപോലെ തന്നെ വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും കൂടെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പൊട്ടിച്ചൊഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ, അതായത് ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ ഏതാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് വളരെ ചെറിയ രീതിയിൽ മാത്രം ഓയിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് നല്ലൊരു ഏതെങ്കിലും ഒരു ഡപ്പയിലോ എന്തെങ്കിലും നമ്മൾ ഇട്ട് വെക്കുക. ഇത് കറക്റ്റ് നമ്മൾ ഒരാഴ്ച നമ്മൾ ഫ്രിഡ്ജിലിരിക്കും. കറക്റ്റ് ഒരാഴ്ച വരെ നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു കുഴപ്പമില്ലായിരുന്നോളും. നിങ്ങളിത് നൈറ്റ് നമ്മൾ സാധാ രീതിയിൽ നമ്മൾ ഏത് ക്രീമാണ് നമ്മൾ നൈറ്റ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യത്തില്ലേ, അതേപോലെ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ, അതായത് ഒരു ചെറിയ അളവിൽ നമ്മൾ ക്രീം എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ വാരി അപ്ലൈ ചെയ്യേണ്ട. നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, കണ്ണിന്റെ ചുറ്റിലും ഒക്കെ ഒന്ന് നമ്മളൊന്ന് തേച്ച് നല്ല രീതിയിൽ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ പോയി കിടന്ന് ഉറങ്ങുക. പിന്നെ നിങ്ങൾ അടുത്ത ദിവസം രാവിലെ ഉറക്കം എണീറ്റതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ ബൈ.